സ്വന്തം കുഞ്ഞിനൊരു അപകടം വന്നാൽ ഏത് പാരൻസാണ് വെറുതെ ഇരിക്കുക അല്ലേ? കഴിഞ്ഞ തവണ ബന്ദിപ്പൂർ പോയപ്പോഴാണ് മൃഗങ്ങളും അതുപോലെ വെറുതെ ഇരിക്കില്ല എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലായത്. ബന്ദിപ്പൂരിലെ ഏറ്റവും പോപ്പുലറായ മീശക്കാരിയും അതിൻ്റെ ലവറും അതിൻ്റെ കുട്ടിയും കൂടെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതായിരുന്നു. അതിനിടയ്ക്ക് കരുത്തനായൊരു കാട്ടുപന്നി ഈ പുള്ളിപ്പുലിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. കരുത്തിൻ്റെ കാര്യത്തിൽ കാട്ടുപന്നി പുള്ളിപ്പുലിയേക്കാൾ എത്രയോ മുന്നിലാണല്ലോ. ഈ കാട്ടുപന്നിയുടെ ഒറ്റയടിക്കുണ്ടാവില്ല ആ കുഞ്ഞു പുള്ളിപ്പുലി. പക്ഷെ നമ്മുടെ കുഞ്ഞിപ്പുലിയുടെ അച്ഛനമ്മമാർ ഇത് കണ്ട് വെറുതെ ഇരിക്കുമോ? അവർ രണ്ടാളും കൂടെ ഈ കാട്ടുപന്നിയെ ചേസ് ചെയ്യാൻ തുടങ്ങി. കാട്ടുപന്നിയെ ഒത്തിരി ദൂരം ഓടിച്ച ശേഷം തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് അപകടം മനസ്സിലായത്. കാട്ടുപന്നിയെ പേടിച്ചോടി നമ്മുടെ കുഞ്ഞിപ്പുലിയെ കാണാനില്ലായിരുന്നു. കുഞ്ഞിപ്പുലി എവിടെയാണെന്ന് അറിയാതെ കുറേ നേരം വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അമ്മപ്പുലിയും അച്ഛൻപുലിയും. പക്ഷെ ഇവരുടെ മണം പിടിക്കാനുള്ള കഴിവിനെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കുഞ്ഞിപ്പുലി പോയ വഴി ഒരു മണം പിടിച്ച് പോകാൻ തുടങ്ങി. അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിപ്പുലി കുറ്റിക്കാടിനകത്തിരുന്ന് ശബ്ദമുണ്ടാക്കാനും തുടങ്ങി. ആ ശബ്ദവും കുഞ്ഞിപ്പുലിയുടെ മണവും ഫോളോ ചെയ്ത് നമ്മുടെ മീശക്കാരിയും അതിൻ്റെ പാർട്ട്ണറും പുലിക്കുഞ്ഞിൻ്റെ അടുത്തെത്തുകയും ചെയ്തു.